എൻ്റെ ലൈഫിൽ ഞാൻ ഇത്രക്കും ഹാപ്പിയോട് കൂടി വീഡിയോ ചെയ്യുന്നത് ചിലപ്പോൾ നാസർ ഖാൻ എടുത്ത് മാത്രമായിരിക്കും നാസർ ഖാൻ. കാരണം ഒന്നാമത്തെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ജെന്യുവിനായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ടായിരിക്കും. ഞാൻ എല്ലാ വീഡിയോയിലും എല്ലാ ഷോറൂമിലും എവിടെ വീഡിയോ ചെയ്യുകയാണെങ്കിലും നിങ്ങൾ പൂർണ്ണമായും ചെക്ക് ചെയ്യണം, സാറ്റിസ്ഫൈഡ് ആകണം, മാത്രം വണ്ടി എടുക്കണം എന്ന് ഞാൻ പറയുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത പറഞ്ഞാൽ വണ്ടി എടുക്കുന്നതിന് മുന്നേ തന്നെ മൂപ്പര് വണ്ടിൻ്റെ എല്ലാ A to Z കാര്യങ്ങൾ വീഡിയോ കൂടിയ തന്നെ പറയുന്നുണ്ട്. ഇനി അഥവാ പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ സാധനം എടുക്കാൻ വേണ്ടി വരുമ്പോൾ മൂപ്പർക്ക് അറിയുന്ന കാര്യങ്ങൾ മൂപ്പര് നിങ്ങളോട് ജെന്യുവനായിട്ട് പറയും. അത് ചിലപ്പം ഈ ഒരു ഇതുകൊണ്ടായിരിക്കില്ല, മൂപ്പര് പക്ക ജെന്യുവൻ ആയതുകൊണ്ടാണ് ഞാൻ ഇത്ര ഹാപ്പിനെസ്സായിട്ട് വീഡിയോ ചെയ്യുന്നത് ഈ പ്രാവശ്യം. പിന്നെ ഒന്നാമത് നമ്മൾ ഈ ഒരു വീഡിയോ കണ്ട് തുടങ്ങുമ്പോൾ പിന്നെ അവസാനം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കാര്യം പറയാം. കാരണം നമുക്ക് ലോൺ എന്ന് പറഞ്ഞൊരു സംഗതി ഇവിടെ ഇല്ല, ലോൺ നമ്മൾ ചെയ്യുന്നില്ല. റെഡി ക്യാഷ് ഉണ്ടോ വണ്ടി ഇങ്ങൊക്കെ എടുക്കുക, അതിലുള്ള നല്ല ക്വാളിറ്റി വണ്ടി ആയിരിക്കും. വലിയ ലാഭങ്ങളൊന്നും എടുത്തിട്ടായിരിക്കില്ല, ഒരു നോർമൽ ലാഭം എടുത്തിട്ടുള്ള ഒരു കച്ചവടം, ജെന്യുവൻ ആയിട്ടുള്ള ഒരു കച്ചവടം. അതിപ്പോൾ ഇനി എത്രത്തോളം ഉണ്ട് എന്ന് അറിയണമെങ്കിൽ ഞാനിപ്പം ഫോർ എക്സാമ്പിൾ കാണിച്ചു തരാം. ഒരു ഫോർച്യൂണർ, ഈ ഫോർച്യൂണർ അല്ലേ ഇത് ഏതാ മോഡൽ പറഞ്ഞത്? അത് 2009-10 രജിസ്ട്രേഷൻ, 2009-2010 രജിസ്ട്രേഷൻ വരുന്ന ഈ ഒറിജിനൽ കേരള വണ്ടി. 4 വീൽ അല്ലേ വരുന്നത്? 4 വീൽ മാനുവലി. റീപ്ലേസ് എന്താണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, നല്ല നീറ്റ് വണ്ടി. ഒറിജിനൽ കേരള വണ്ടിയാണ്. 2 ലക്ഷം കിലോമീറ്റർ പക്ക ഹിസ്റ്ററി. റീപ്ലേസ് എന്താണ്ടോ? ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ നാസർ ഖാൻ ലാസ്റ്റ് ഫൈനൽ പ്രൈസ് പറഞ്ഞാൽ മതി. കാരണം പിന്നെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാതെ ഏറ്റവും റേറ്റ് കുറച്ചിട്ട് ആ റേറ്റ്. കാരണം ഇത് പിന്നെ വേറൊരു കാര്യമാണ് ഞാൻ പറഞ്ഞതാ. ഇതിപ്പോൾ 2009-2010 രജിസ്ട്രേഷൻ നിങ്ങൾ ചിലപ്പം റീവണ്ടി ആണെങ്കിൽ പ്രൈസിൽ നല്ലൊരു മാറ്റം വരും അല്ലെ? നല്ല ഇത് കേരള ജെനുവിൻ ഹിസ്റ്ററി പക്ക ഉള്ള ഒരു വണ്ടിയാണ്. എത്ര പ്രൈസ് വരുന്നത്? നമുക്കൊരു 8,70,000 കൊടുക്കാം. 8,70,000 ലാസ്റ്റ് ഫൈനൽ ആയിട്ട് കൊടുക്കാം. ഓക്കെ. ഞാൻ അതേപോലെ തന്നെ ഒരു കാരണം റീവണ്ടികളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത്. കേരള നമ്പർ ആയ വണ്ടികൾ ഫസ്റ്റ് തന്നെ ചോദിക്കുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം ഒരുപാട് റേറ്റ് കുറഞ്ഞ വണ്ടികളുണ്ട്. ഇപ്പൊ കേരള വണ്ടി ആയ ഒരു ക്രിസ്റ്റ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് 2016 അല്ലേ? സെക്കൻഡ് ഓണർഷിപ്പിൽ നമ്പർ ആയത്. സെക്കൻഡ് ഓണർഷിപ്പ് നമ്പർ ആയത് Z ഓട്ടോമാറ്റിക്. 140 ഫുൾ കമ്പനി സർവീസ് റെക്കോർഡ്. റീപ്ലേസ് എന്താണോ? മെയിൻ ക്ലാസ് മാത്രം ഇപ്പൊ സെക്കൻഡ് ഓണർഷിപ്പ് അല്ലേ വരുന്നത്? ഇപ്പൊ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത്. Z ഓട്ടോമാറ്റിക് 2016 മോഡല്. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്രയാണ്? ബെസ്റ്റ് പ്രൈസിന് കൊടുക്കാം. എത്രയാണ് ബെസ്റ്റ് പ്രൈസിൽ? ഒരു 15,30,000 കൊടുത്തു. 15,35 2016 Z ഓട്ടോമാറ്റിക് സെക്കൻഡ് ഓണർഷിപ്പ് കേരള നമ്പർ ആക്കി അന്വേഷിച്ചിട്ട് വന്നോട്ടെ. ഈ ഒരു റേറ്റില് 2016 Z ഓട്ടോമാറ്റിക് ക്വാളിറ്റി ഉള്ള വണ്ടി കിട്ടുമെങ്കിൽ ഒരു പറയട്ടെ. ഓക്കെ, അത്രയും ക്വാളിറ്റി. ഈ ഒരു ഫോർച്യൂണർ വെസ്റ്റ് ബംഗാൾ ഇത് NOC-ലുള്ള വണ്ടി, നീറ്റ് വണ്ടി കേട്ടോ. കറക്റ്റ് സർവീസ് റെക്കോർഡ് 75,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പ്. വരുന്ന ആള് തേർഡ് ആയിരിക്കും ഉണ്ടാവുക. നീറ്റ് വണ്ടി. റീപ്ലേസ് എന്താണ്ടോ? ഒന്നുമില്ല, ഒരു റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ. ഏതാ മോഡൽ പറഞ്ഞത്? 2020 ലാസ്റ്റ് ആണ്. 6 വരുന്ന വണ്ടി. ലാസ്റ്റ് ഇത് 4 വീൽ 2 വീൽ ഓട്ടോമാറ്റിക്. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്രയാണ്? ഇത് അതേപോലെ ഒരു ബെസ്റ്റ് പ്രൈസ് കിട്ടാത്ത പ്രൈസിനാണ് കൊടുക്കാം നമ്മള്. ഓക്കെ, ഒരു 24,3 കൊടുത്താളി. 24,3 2020 2 വീൽ ഓട്ടോമാറ്റിക്. ഒരു ഉറുപ്പിന്റെ പണിയില്ല, ബെസ്റ്റ് ക്വാളിറ്റി വണ്ടി. ഓക്കെ. ഈ ബെൻസ് സി ക്ലാസോ? അതും അതേമാതിരി ബെസ്റ്റ് പ്രൈസിനാണ് കൊടുക്കാം. 2015 മോഡല്. 2015 ബെൻസ് C220 സിംഗിൾ ഓണർഷിപ്പ് ആണ്. പക്ഷെ ഇവിടെ NOC എടുത്തിട്ടുണ്ട്. ഈ വണ്ടി ഡൽഹി വണ്ടി കൊണ്ട് NOC എടുത്ത് വെച്ചാണ്. നമ്മളിത് നമ്പർ ആക്കിയിട്ടാണ് കൊടുക്കുള്ളൂ. പക്ഷെ NOC പ്രൈസ് ആണ് പറയുന്നത്. ഓക്കെ. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ഈ ഒരു വണ്ടി 44,000 കിലോമീറ്റർ 2022 വരെ സർവീസ് റെക്കോർഡ് ഉള്ള വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ മെയിൻ ക്ലാസ് മാത്രം റീപ്ലേസ് ഉള്ളൂ. ഈ ഒരു ഹെഡ് ലാമ്പ് റീപ്ലേസ് ആയിട്ടുണ്ട്. പമ്പ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. വേറെ മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നുമില്ല. ചെറിയൊരു തട്ടുകൊണ്ട് തന്നെയാണ് ഇത് പോയിട്ടുള്ളത്. മേജർ ആക്സിഡന്റ് ഇല്ല. 12,000 നമുക്ക് NOC 2015 C220 12,000 കൊടുക്കാം. ഓക്കെ. അപ്പൊ ഈ ഒരു സി ക്ലാസോ? ഇത് സി ക്ലാസ് അല്ല, E250. ഇത് വരുന്ന സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഇത് നോ ആക്സിഡന്റ് ക്ലെയിം ആണ്. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. മെയിൻ ക്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. വേറെ ഒരു മാറ്റമില്ല, ഒന്നും മാറിയിട്ടില്ല. നല്ല നീറ്റ് വണ്ടി. ബ്രൗൺസ് കളർ. 2015 മോഡല്. 56,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഈ വണ്ടിയും സർവീസ് റെക്കോർഡ് 2022 വരെയുള്ള സർവീസ് റെക്കോർഡ് ഉണ്ട്.
നമുക്ക് ഈ ഒരു വണ്ടി അതേപോലെ തന്നെ ഒരു ബെസ്റ്റ് പ്രൈസ് ടോട്ടൽ വണ്ടി ഇതേമാതിരി മുത്തർബായി നിങ്ങൾ യൂട്യൂബിലെ കാണുന്ന ആളുകൾക്ക് ഇതൊരു വലിയൊരു കാരണം ഒന്നാമത് വേറൊരു പ്രത്യേകത നാസർ ഖാന്റെ വീഡിയോ ഞാൻ എന്താ ചെയ്യുന്നത് കൊല്ലം കഴിയുന്നുണ്ടല്ലോ സ്റ്റാർട്ട് ചെയ്ത മുതൽ നിങ്ങൾ തന്നെയാണ് ഇതുവരെ ഞാൻ എന്താണ് ചെയ്തത്. പക്ഷെ ഇത് നമുക്ക് ലാസ്റ്റ് ഫൈനൽ എത്ര കൊടുക്കാം? ഇത് ഇതേപോലെ നമുക്ക് ഒരു 11:45 ക്ലോസ് കളി 11:45 ക്ലോസ് ചെയ്യാം അല്ലേ? ഓക്കെ, ഈ ഒരു വണ്ടി കേട്ടോ ധൈര്യമായിട്ട് എടുക്കുക. ഒരു സ്റ്റാർട്ടിങ് ഒരു പ്രീമിയം വണ്ടി വേണമെന്ന് ആഗ്രഹിക്കുന്നത് ധൈര്യമായിട്ട് എടുത്തോളൂ, ഉപയോഗിച്ചോളൂ. ഓക്കെ, അടിപൊളി വണ്ടി. ഇത് നമ്മൾ വരുന്നത് ഇത് പിന്നെ ബെസ്റ്റ് ക്വാളിറ്റി എന്ന് പറയാൻ പറ്റിയ വണ്ടിയല്ല, ടോപ്പ് ക്വാളിറ്റി എന്ന് പറയാൻ പറ്റും. 2013 മോഡലാണ്. ഇതിന്റെ കുറച്ച് ന്യൂനതകൾ എന്താ വെച്ചാൽ ബോഡിമേ ചെറിയ ചെറിയ വർക്കുകൾ തീർക്കാണ്ട്, പിന്നെ അത്ര ടോപ്പ് ക്വാളിറ്റി ലെവൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ അതിനുള്ള പ്രൈസ് ഉള്ളൂ. നമുക്കൊരു 650 ഈ വണ്ടി കൊടുക്കാം. 2013 C ക്ലാസ് C2 മോഡൽ അതേ ഉള്ളൂ, അതിനുള്ള ക്വാളിറ്റി ഉള്ളൂ, വില അതിനുള്ള മറ്റേ പകുതി പൈസ സിംഗിൾ ഓണർ ആണ്. ഇത് ഇതേപോലെ NOC എത്തിയതാണ്. എടുക്കുന്ന ആള് തേർഡ് ഓണർ ഇക്കാരം. NOC പ്രൈസ് ആണ് പറഞ്ഞിട്ടുള്ളത്. റീപ്ലേസ്മെന്റ് മെയിൻ ക്ലാസ് ഉണ്ടെങ്കിൽ ഉണ്ട്, വേറെ ഒന്നുമില്ല. ആക്സിഡന്റ് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഈ ക്രിസ്റ്റ ഇത് 2018 ആണ്. 2018 ഏത് ഓപ്ഷൻ പറയുന്നത്? Z ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ. കിലോമീറ്റർ 1,28,000 ഫുൾ കമ്പനി സർവീസ് റെക്കോർഡ്. റീപ്ലേസ്മെന്റ് മെയിൻ ക്ലാസ് ഓൺലി. മെയിൻ ക്ലാസ് മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഏതാ മോഡൽ പറഞ്ഞത്? മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. 2018 Z ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർഷിപ്പ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് ഉണ്ട്, മെയിൻ ക്ലാസ് മാത്രം. ഹിസ്റ്ററി കാണൊക്കെ പക്കാണ്. ഹിസ്റ്ററി ഫുൾ കമ്പനി സർവീസ് റെക്കോർഡ്. ഓക്കെ, ലാസ്റ്റ് ഫൈനൽ പൈസ എത്ര? വണ്ടി നീറ്റ് വണ്ടി കിട്ടും. 4 ടയറും ഒക്കെ. ഇൻഷുറൻസ് നമ്മൾ പുതിയ തേർഡ് പാർട്ടി ഇൻഷുറൻസ് നമ്മൾ ഇട്ട് കൊടുക്കും. ഇൻഷുറൻസ് ഇപ്പൊ ഒരു മാസം കൂടി ഇൻഷുറൻസ് ഉണ്ട്, വാലിഡിറ്റി ഫുൾ കവറിൽ. നമ്മൾ തേർഡ് പാർട്ടി എന്തെങ്കിലും എടുക്കുന്ന ആളുകൾക്ക് പുതിയത് ഇട്ട് കൊടുക്കും. ഇത് നമുക്ക് 12,50,000 റുപ്യക്ക് ലാസ്റ്റ് കൊടുക്കാം. 12,50,000 സോറി 12 എന്ന് പറഞ്ഞാല് മേത്ത്. ഇതൊരു 16,40 നമുക്ക് ലാസ്റ്റ് ഫൈനൽ 16,40 ആക്കി കൊടുക്കാം. അപ്പൊ ഈ ക്രിസ്റ്റ നമ്മൾ വരുന്നത് ഇത് 2017 മോഡല് V ആണ്. 2017 V. ഓണർഷിപ്പ് വരുന്ന സിംഗിൾ 7 സീറ്റർ തന്നെ. 7 സീറ്റർ. കിലോമീറ്റർ ഇത് കുറച്ച് കൂടുതൽ ഓടിയിട്ടുണ്ട്. ടൊയോട്ടന്റെ നമ്മള് കിലോമീറ്റർ പറയുമ്പോൾ ഒരു 2,71,000 കിലോമീറ്റർ ആണ്. ഇത് റെക്കോർഡ് ഉള്ള വണ്ടിയാണ്. 190 സംതിങ് ആണ് ലാസ്റ്റ് റെക്കോർഡ് ഉള്ളത്. ഒരു 2 വർഷത്തെ സർവീസ് കയറിയിട്ടില്ല, പുറത്തുനിന്നാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഈ ഒരു വണ്ടി നമ്മൾ കിലോമീറ്റർ പറയുമ്പോൾ ടൊയോട്ട ക്രിസ്റ്റ 2,71,000 നമ്മൾ കൊടുക്കാൻ പോകുന്ന റേറ്റ് എന്ന് പറയുന്നത് 11 ലക്ഷം റുപ്യക്കാണ്. 2017 മോഡൽ V. അപ്പം കിലോമീറ്റർ തന്നെ ഈ ഒരു വാഹനം 5 ലക്ഷം കിലോമീറ്ററും കറക്റ്റ് ഓയിൽ സർവീസിൽ ഓടുകയാണെന്നുണ്ട് വണ്ടിന്റെ എഞ്ചിൻ ഒന്നും ആവില്ല. വന്ന് ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും വണ്ടി ആ എഞ്ചിൻ ക്വാളിറ്റി അതുണ്ട്. ധൈര്യമായിട്ട് ഒരു ആക്ക് ഇപ്പൊ ഈ ഒരു മോഡൽ ഇപ്പൊ ഒരു 1 ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടിയാണെന്നുണ്ടെങ്കിൽ 13 ലക്ഷം റുപ്യ മാർക്കറ്റ് വിലയാണ്. 2 ലക്ഷം റുപ്യ കമ്മിയുണ്ട്, കുറച്ച് കിലോമീറ്റർ കൂടുതലുണ്ട്. പ്രൈസ് നോക്കുന്ന ആളുകൾക്ക് ധൈര്യമായിട്ട് ഈ വാഹനം സെലക്ട് ചെയ്യാം. ധൈര്യത്തിലെടുക്കും. ഓക്കെ, ഈ ക്രിസ്റ്റ നമ്മൾ വരുന്നത് ഇത് 2019 ആണ്. 2019 ഏത് ഓപ്ഷൻ വരുന്നത്? ഇത് Z ഓപ്ഷൻ, Z ഓട്ടോമാറ്റിക്. 2019 Z ഓട്ടോമാറ്റിക് മാനുവൽ ആണ് കേട്ടോ. ഇത് ഓണർഷിപ്പ് വന്നിട്ട് ഇത് സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ 1,03,000 കിലോമീറ്റർ. 13 ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ. റീപ്ലേസ്മെന്റ് മെയിൻ ക്ലാസ് മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഡൽഹി വണ്ടി സ്വാഭാവികമാണ്. കുറെ ആളുകൾ ചോദിക്കുന്ന സംഭവം എന്തുകൊണ്ട് മാറുന്നത്. ഇപ്പൊ നമ്മളെ നാട്ടിലിപ്പോ അല്ല, അവിടെ ചെറിയ കല്ലടിച്ച അടയാളുണ്ടെങ്കിൽ അത് അവർക്കൊരു ദുഷ്ടകരമായിരിക്കാം. മസ്റ്റാണ് ഒരു മാറും. ഒരു മാറാതെ വണ്ടിന്റെ ബാക്കിൽ ഇരിക്കൂല, സീറ്റിൽ ഇരിക്കൂല. നമ്മൾ ഒപ്പിച്ചു കൊടുക്കും. നമ്മൾ ചെറിയ കല്ലടിച്ച അടയാളൊക്കെ നമുക്ക് പ്രശ്നം ഉണ്ടാവും. ഈ ഒരു വണ്ടി നമുക്ക് ലാസ്റ്റ് ഒരു 17 റുപ്യ റൗണ്ട് ആക്കിട്ട് കൊടുക്കാം. 2019 17 ലക്ഷം റുപ്യക്ക് ലാസ്റ്റ് ഫൈനൽ ആയിട്ട് കൊടുക്കാം. ഓക്കെ, ഈ ഫോർച്യൂണറോ? ഇത് 2015 മോഡലാണ്. 2015 ഫോർച്യൂണർ. തേർഡ് ഓണർഷിപ്പ്, 2 വീൽ ഓട്ടോമാറ്റിക്. ഓണർഷിപ്പ് വന്നിട്ട് ഇത് പിന്നെ തേർഡ് ഓണർഷിപ്പിലെ നമ്പറായ വണ്ടി. കിലോമീറ്റർ 1,80,000 പ്രോപ്പർ സർവീസ്. നാട്ടിലെത്തിയതിനു ശേഷം സർവീസ് ചെയ്ത വണ്ടി. റീപ്ലേസ്മെന്റ് മെയിൻ ക്ലാസ് മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഫൈനൽ പൈസ. നീറ്റ് വണ്ടി സെക്കൻഡ് ടൈപ്പ് 2 നല്ലൊരു വാഹനം ആവശ്യമുള്ള നമ്പറായ വണ്ടി ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നേരെ സെലക്ട് ചെയ്യാം. പ്രോപ്പർ സർവീസ് ഉള്ള വണ്ടി. ഇത് നമുക്കൊരു 14,30 നമുക്ക് കൊടുക്കാം. 2015 ആട്ടോ മോഡല്. 14,30 ഫൈനൽ ആയിട്ട് നമുക്ക് കൊടുക്കാം. ഓക്കെ, ഈ ഇന്നോവ ഇന്നോവ കുറെ ആളുകൾ ചോദിക്കുന്നുണ്ട്. ഇത് എപ്പോഴേലും വരുന്ന മുതലാട്ടത്. നമ്മുടെ ഇന്ത്യക്ക് കൊണ്ട് ഒരു 3-4 വണ്ടി കയറും വന്നിട്ടുള്ള.
ഏതാ മോഡല്? ഇത് 2014 G ആണ്. 2014 നല്ല നീറ്റ് വണ്ടി കേട്ടോ. ഓണർഷിപ്പ് വന്നിട്ട് സെക്കൻഡ്. കിലോമീറ്റർ 2 ലക്ഷം ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് മെയിൻ ക്ലാസ് മാത്രം, വേറെ ഒന്നുമില്ല. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇല്ല. ലാസ്റ്റ് 7 സീറ്റർ തന്നെ. 7 സീറ്റർ. ലാസ്റ്റ് ഇത് നമുക്കൊരു ആലോചിച്ചിട്ട് 6 അങ്ങനെ ഒന്നുകൂടെ ആലോചിച്ചു 5ലേക്ക് പോവാ. അതുണ്ടാവില്ല. അത് പറഞ്ഞ വലിയ പറഞ്ഞു പോകുന്നത് അതിന്റെ ഇടയിൽ നിന്ന് വരില്ലേ. ഇത് നമുക്കൊരു 6.85 കൊടുക്കാം. 6,85,000 2014 G അല്ലേ? G ലാസ്റ്റ് പ്രൈസ് ആണ് ഇതൊക്കെ. ഒന്നും നമ്മൾ തർക്കിക്കല്ല, ഒന്നും കുറക്കല്ല. 6,80,000. ഷിഫ്റ്റ് വന്നിട്ട് 2010 ആണ്. 2010 ഇതൊരു ഡീസൽ വണ്ടി. VDI 2 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് തേർഡ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. അത് നീറ്റ് വണ്ടി. ഇതിലേക്ക് ഇപ്പൊ 2010 പറഞ്ഞാൽ 15 കൊല്ലം ബാക്കുള്ള ഒരു വണ്ടിക്ക് റിന്യൂവൽ ആയിട്ടുണ്ട് വണ്ടി. നെക്സ്റ്റ് ഒരു 2-3 മാസത്തിനുള്ള റിന്യൂവൽ ആയി. അപ്പോ ഇത് നമുക്കൊരു 1.80 കൊടുക്കാം. 2010 സ്വിഫ്റ്റ്. നല്ല മൈലേജ്, മാരക മൈലേജ് ഉള്ള വണ്ടിയാ. ഇല്ലല്ലോ, ഒന്നുമില്ല. കണ്ടതായിട്ടൊന്നുമില്ല. പിന്നെ അത് പഴക്കമുള്ള വണ്ടിയല്ല, അതിന് നമ്മൾ എന്ത് ഗ്യാരണ്ടി തരാണ്? 10-15 കൊല്ലം പഴക്കമുള്ള വണ്ടിയല്ല. ബലാനോ 2017 CVT ഓട്ടോമാറ്റിക് പെട്രോൾ. 2017 CVT ഓട്ടോമാറ്റിക് പെട്രോൾ. ആൽഫ പ്ലസ് കേട്ടോ. ഓണർഷിപ്പ് തേർഡ്. കിലോമീറ്ററോ? ഒറിജിനൽ കേരള. കിലോമീറ്റർ 1,05,000. CVT ഓട്ടോമാറ്റിക് ആവശ്യമുള്ള ആളുകളെ ബാക്ക് ഇറങ്ങരുത്, കയറ്റം കയറുമ്പോൾ ബാക്ക് ഇറങ്ങരുത്, ലേഡീസിനൊക്കെ സേഫ്റ്റിക്ക് പറ്റിയ വണ്ടി. റീപ്ലേസ്മെന്റ് ഉണ്ട്. ഒരു ഡോർ ഉണ്ട്, ലെഫ്റ്റ് സൈഡ് ബാക്ക് ഡോർ, റൈറ്റ് സൈഡ് ബാക്ക്. 2015 ഇത് നമുക്കൊരു പിന്നെ ഒരു 4.80 കൊടുത്താൽ. 4,80,000 കൊടുത്താൽ. ഇത് നമുക്ക് 5-5.5 റുപ്യ മാർക്കറ്റ് വാല്യൂ ഉള്ളതിന് വണ്ടി കേട്ടോ. സിറ്റി ഏതാ മോഡല്? സിറ്റി 2014 സിറ്റി. ഡീസൽ പെട്രോളോ? ഡീസൽ. കേരള വണ്ടിയാണ്. നമ്പർ ആയ വണ്ടിയാണ്. തേർഡ് ഓണർഷിപ്പ്. 1.30 ഓട്ടം. 1.30 ഓട്ടം. മെയിൻ ഗ്ലാസ് മാത്രം. മെയിൻ ഗ്ലാസ് അവിടുന്ന് വരുന്ന വണ്ടികൾ നമ്മൾ നോക്കണ്ട, മെയിൻ ഗ്ലാസ് മാറും. ലാസ്റ്റ് ഇതും അതേപോലെ തന്നെ ഒരു ബെസ്റ്റ് പ്രൈസിനാണ് കൊടുത്തളി. ഇതൊരു 3.90 കൊടുത്തളി. 3.90. 2014 ഡീസൽ. പ്രോഫിറ്റോ നഷ്ടമോ ഒന്നും നോക്കാതുള്ള കച്ചവടം. ആവശ്യക്കാരുണ്ടെങ്കിൽ എടുത്തു പോട്ടെ. അടിപൊളി വണ്ടി. മൈലേജ് ആട്ടോ. 20 കിലോമീറ്റർ അബോ മൈലേജ് ആണ്. ഇത് ഒരു ക്വാളിറ്റി വണ്ടിയാണ് കൊടുക്കാൻ പറ്റിയ വണ്ടി. അതായത് 1,00,000 സംതിങ് കിലോമീറ്റർ. 1.3 1.6 അവിടെ ഇപ്പൊ വന്നിട്ടുള്ളൂ. അവിടെ കറക്റ്റ് പറയാൻ കഴിയും. 1.3 1.6 G ഓട്ടോമാറ്റിക്. 2017-18 മോഡൽ. 17-18 G ഓട്ടോമാറ്റിക് 7 സീറ്റർ. റീപ്ലേസ്മെന്റ് മെയിൻ ഗ്ലാസ് ഉള്ളി. മെയിൻ ഗ്ലാസ് മാത്രം റീപ്ലേസ്. നല്ലൊരു ക്വാളിറ്റി വണ്ടി നോക്കുകയാണെങ്കിൽ G ഓട്ടോമാറ്റിക്. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ഇത് നമുക്ക് പിന്നെ NOC-യിലാണ് സെയില്. സിംഗിൾ ഓണറിലുള്ള വണ്ടി. ഈ വണ്ടി നമുക്ക് പിന്നെ വന്നിട്ടുള്ളൂ ഒരു 14-30 കൊടുക്കാം. 14-30 ഫൈനൽ റേറ്റ്. ഓക്കെ. അപ്പൊ ഈ ക്രിസ്റ്റ ഏതാ മോഡൽ വരുന്നത്? 13.30 കേട്ടോ. 13.30 സോറി 13.30 G ഓട്ടോമാറ്റിക് 2017-18 മോഡൽ കേട്ടോ. ഓക്കെ. ഈ ക്രിസ്റ്റ ഏതാ മോഡൽ? ഇത് ഒറിജിനൽ കേരള. ഒറിജിനൽ കേരള. ഇനി വരാൻ പോണ എന്താ വെച്ചാൽ ക്രിസ്റ്റന്റെ റേറ്റ് ഇപ്പൊ പൊന്തും. ക്രിസ്റ്റ സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്ന അനൗൺസ് ചെയ്തു. അപ്പൊ ഇനി പഴയ മുന്നേ ഇന്നോവ ആയമായിരിക്കും ആവും ക്രിസ്റ്റന്റെ വാല്യൂ മാറാൻ പോണ്. ഇത് ഒറിജിനൽ കേരളയാണ്. സെക്കൻഡ് ഓണർഷിപ്പ്. 62,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള G ഓട്ടോമാറ്റിക് ഒറിജിനൽ കേരള. ഹൈ ക്വാളിറ്റി വണ്ടി. അതായത് ഒരു വീട്ടിലേക്ക് നല്ല വണ്ടി ആഗ്രഹിക്കുന്ന ഒരാള്, കേരള വണ്ടി തന്നെ വേണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്ക് ധൈര്യത്തിൽ എടുക്കാൻ പറ്റിയ വണ്ടി. നമുക്കൊരു 19 കൊടുക്കാം. 19 കൊടുക്കാം. ഓക്കെ. ഇനി ഫൈനൽ ലാസ്റ്റ് ക്രിസ്റ്റ വണ്ടി കയറാണ്ടോ? വണ്ടി ഇനിയിപ്പോ ഒരു പിന്നെ BMW X1 വരാണ്ട് കാര്യമായിട്ട് ആ വണ്ടി തന്നെ വരാനുള്ളത്. ഓക്കെ. ഇതേതാ മോഡൽ വരുന്നത്? ഇത് 2017 മോഡല്. G മാനുവൽ. 2017 G മാനുവൽ. ഇത് അവിടെ ഓണർഷിപ്പ് സിംഗിൾ തന്നെയാണ്. കിലോമീറ്റർ ഇത് ജെന്യൂൻ അല്ല. ഇത് ജെന്യൂൻ അല്ല പറഞ്ഞാല് നമുക്ക് കിട്ടുമ്പോ ഇതിൽ 1.17 ഉള്ളത്. 2 സംതിങ് ഓടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആര് എടുത്ത ഓണർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതും അല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് എനിക്ക് വിശ്വാസമില്ല. കാരണം വണ്ടി അങ്ങനെയാണ്. പക്ഷെ അത്രയും ചെറിയ വിലക്ക് വണ്ടി നമ്മൾ കൊടുക്കണേ. പിന്നെ ഫ്രീ സർവീസ് മാത്രമേ കമ്പനി കയറിയിട്ടുള്ളൂ.
ഓക്കെ അങ്ങനത്തെ ഒരു വണ്ടി നമുക്ക് ഒരിക്കലും ഇത് ജെനുവൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതിന് വേണ്ടി ഡിസ്റ്റൻസ് നമുക്ക് കുറച്ചൊരു ആവറേജ് ഡിസ്റ്റൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെങ്കിലും പറയാം. ഷോറൂമിൽ കൊണ്ടുപോയി അതൊക്കെ ചെക്ക് ചെയ്യാം. അത് ഒരു പ്രശ്നം വണ്ടിക്കില്ല. വണ്ടി ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോ 5 ലക്ഷം കിലോമീറ്റർ ഓടിയാലും നോ ഇഷ്യൂ ആണ്. സർവീസ് കറക്റ്റ് ഒരു പ്രോപ്പർ പുറത്തുനിന്ന് ചെയ്താലും അകത്തുനിന്ന് ചെയ്താലും അതുണ്ടാവും. വണ്ടിയെ ക്വാളിറ്റി ഉണ്ട്. വണ്ടി വലിയ കുഴപ്പമൊന്നുമില്ല. ഇത് നമുക്ക് 9.4 നെറ്റ് 2017 G മാനുവൽ 2017 G മാനുവൽ 9.4 ഫൈനൽ 9.4 കൊടുക്കാം. 9.4 ഇത് 9.10 ആക്കി കളി. 9.10 9.10 കൊടുക്കാം. 9,10,000 2015 G ഒരു 1.50 പതുക്കെ നമുക്ക് NOCക്ക് ഇവിടെ നമ്പർ ആക്കാനാവുള്ളൂ. ഒരു 10-60 10 കൊണ്ട് ഒരാൾക്ക് ഇത് കേരളത്തിൽ നമ്പർ ആക്കിയിട്ട് വണ്ടി കൊണ്ടെടുക്കാം. ക്രിസ്റ്റ കൊണ്ടെടുക്കാം. ഒന്നാമത് ജെനുവിൻ അല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാല് വണ്ടി മോശമാണെന്നല്ല, സർവീസ് ഇല്ല, ഉള്ള കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറയാം. കാരണം വണ്ടി എടുത്ത് നിങ്ങൾ കൊടുക്കേണ്ട ആഴ്ചയിലാണ് നേരെ ഷോറൂമിൽ കൊണ്ടുപോകാം. അവിടെ ചെക്ക് ചെയ്തിട്ട് ഓക്കെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇപ്പൊ പെയിന്റിംഗ് ആണ്, എക്സ്ട്രാ കോട്ടിംഗ് പെയിന്റിംഗ് കയറിക്കണോ, ഇനിയിപ്പോ മൈലേജ് തിരിച്ചിക്കണോ ഒക്കെ നിങ്ങൾക്ക് അറിയാം. കിലോമീറ്റർ തിരിച്ചോ ഒക്കെ എല്ലാ കാര്യങ്ങളും അറിയാം. കാസർഗാ നമ്മുടെ കറക്റ്റ് സ്പോട്ട് എവിടെ ആയിരുന്നത്? കറക്റ്റ് സ്പോട്ട് വരുന്ന മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി അരീക്കോടിനിടയിൽ കീശ്ശേരി. അവിടുന്ന് ഒരു 2 കിലോമീറ്റർ ഉള്ളോട്ട് സെക്കൻഡ് സൗത്ത്. ഇത് ഒരു ടൗൺ ബേസ്ഡ് അല്ല നമ്മളെ ഷോറൂം നിൽക്കുന്നത്. ഇത് കുറച്ച് ഉള്ളോട്ടാണ്. എല്ലാരും എന്നോട് ചോദിക്കും, നാസർക്ക് നിങ്ങൾ ഇതിന് ഉള്ളിൽ കൊണ്ടുവച്ചിട്ട് എങ്ങനെ ഇത്രയും വലിയ വണ്ടികൾ വെക്കുന്നുണ്ട്. അൽഹംദുലില്ലാ ഇവിടെ ആര് വന്നാലും ഇവിടുന്ന് വണ്ടി എടുത്ത് പോകുന്നുണ്ട്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അതുകൊണ്ടാണെന്ന് അറിയില്ല. അപ്പൊ എന്തായാലും ഇതാ നാസർക്കാരൻ്റെ മോട്ടോറിസം കറക്റ്റ് ലൊക്കേഷൻ ഞങ്ങൾ പോകുന്നോടി. കാരണം ജെനുവിൻ ആണ് കാര്യങ്ങൾ. ഇവിടെ വരാം, നിങ്ങൾക്ക് ഓക്കാണ് വണ്ടി എടുക്കുക, അതാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം. പിന്നെ നാസർഖാൻ നമ്പർ അടിയിൽ കൊടുക്കുക, അവർ വിളിക്കട്ടെ. ബാക്കി അവർ ഡയറക്റ്റ് വന്നിട്ട് നമുക്ക് കാണാമല്ലോ. അത്ര ഇൻഷാ അല്ലാഹ് നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ.